വേനൽ കടുത്തതോടെ കാസർഗോഡ് ജില്ലയിൽ കാട്ടുതീ വർദ്ധിക്കുന്നു. കഴിഞ്ഞ മാസം മാത്രം 50-ലേറെ ഇടങ്ങളിലാണ് തീപിടുത്തമുണ്ടായത്. ചൂട് കനക്കുന്നതോടെ തീപിടുത്തങ്ങളും കൂടും. മലപ്രദേശങ്ങളും മൊട്ടക്കുന്നുകളും ഏറെയുള്ള ഇടങ്ങളാണ് കാസർഗോഡ്. വേനൽക്കാലമാകുന്നതോടെ ഇവിടുത്തെ പുല്ലുകൾ കരിയുകയും മരങ്ങളിലെ ഇലകൾ പൊഴിയുകയും ചെയ്യുന്നു. ഇത്തരം സ്ഥലങ്ങളിലാണ് വ്യാപകമായി തീപിടുത്തമുണ്ടാകുന്നത്. കഴിഞ്ഞ മാസമാണ് ഏറ്റവും കൂടുതൽ ഇടങ്ങളിൽ കാട്ടുതീ ഉണ്ടായത്. കാസർഗോഡ് ഇപ്പോൾ ഈ കഴിഞ്ഞ 2024 561 കോളാണ് നമ്മൾ അറ്റൻഡ് ചെയ്തത്. നല്ല കൂടുതലും തീപിടുത്തങ്ങളാണ്. പിന്നെ അതുപോലെ മറ്റു അപകടങ്ങളുണ്ട്. ഇപ്പോൾ ഇപ്പം നമ്മൾ ഇത് ഒരു 3:30 സമയത്ത് നമുക്ക് ഫോൺ വിളി വന്നതാണ്. നമ്മൾ വന്ന് നോക്കുമ്പോൾ നമ്മൾ വിളിച്ചാൽ തന്നെ പറഞ്ഞു തീയിട്ടതാണ്. ഇത് സ്ഥിരമായിട്ട് ആൾക്കാർ തീയിടുന്നതാണ്. ഇപ്പോൾ തീയിട്ടിട്ട് ലാസ്റ്റ് അവരെ കൺട്രോൾ വിട്ടു പോകുമ്പോൾ നമ്മൾ ഫയർഫോഴ്സിനെ വിളിക്കുകയാണ്. ശരിക്കും നമുക്ക് പറയാനുള്ളത് തീ ഇടുന്നവർ അതിൻ്റെ പ്രിക്കോഷൻസ് എടുത്തിട്ട് കൃത്യമായിട്ട് അതിൻ്റെ ഫയർ ബ്രേക്ക് ആക്കിയിട്ട് അവർക്ക് ഏത് ഏരിയ തീയിട്ട് വേണം അതിന് കറക്റ്റായിട്ട് ചുറ്റും ബ്രേക്ക് ആക്കുക. പിന്നെ അങ്ങോട്ട് കടന്നു പോകില്ലല്ലോ. ആ രീതിയിലാണ് അവർ ചെയ്യേണ്ടത്. ചില സ്ഥലങ്ങളിൽ ആളുകൾ ബോധപൂർവം തീയിടാറുണ്ട്. പലപ്പോഴും അലക്ഷ്യമായി സിഗരറ്റ് ഉൾപ്പെടെയുള്ളവ വലിച്ചെറിയുന്നതും തീപിടുത്തത്തിന് കാരണമാകുന്നുണ്ട്. ഇത്തരത്തിൽ ബോധപൂർവം തീയിടുന്നവർക്കെതിരെ നടപടിയെടുക്കും. വേണ്ട, നമ്മളിപ്പോൾ ഇന്ന് പോയി ഞങ്ങളുടെ റിപ്പോർട്ട് ചെയ്യും. നമ്മൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ഒരേ ഏരിയയിൽ ഇങ്ങനെ തീ വെക്കുന്നത് നമ്മളതിൻ്റെ നിയമ നടപടികൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആക്ഷൻ എന്തായാലും ഉണ്ടാവും. പന്നികളുടെയും എല്ലാ ശല്യം കാരണം ആൾക്കാർ തീയിട്ട് നശിപ്പിക്കും. കാരണം 4 ഏക്കറും 5 ഏക്കറും എല്ലാം പുറത്തുള്ള ആൾക്കാരുടെ സ്ഥലങ്ങളാണ്. ഇവിടെയുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും. വരും നാളുകളിൽ ചൂട് കനക്കുന്നതോടെ കാട്ടുതീയുടെ എണ്ണത്തിലും വർധന ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ന്യൂസ് മലയാളം, കാസർഗോഡ്.